ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള ഒരു ഷോറൂമിലാണ്. അപ്പോൾ ഷോറൂം ഏതാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഞാനിന്നൊരു കഥ പറഞ്ഞുതരാം. 2014 ജാനുവരിയിൽ ഒരു ബോംബ് ബൈക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മരണമാസ് ബൈക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് നയിച്ച വിപ്ലവം വേറൊരു രക്ഷയില്ലാത്ത വിപ്ലവമായിരുന്നു. അതിൻ്റെ പവർ കുറഞ്ഞു എന്ന് ആ കമ്പനിക്കാർക്ക് തോന്നിയപ്പോൾ അവൻ്റെ ഒരു ചേട്ടൻ ഇറക്കി 2017 ഈ വിത്ത് ദ റോ പവർ. ഇപ്പോഴും അത് ഓടിച്ച റൈഡേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സൊക്കെ പറയുന്നത് റോ മെഷീനായിരുന്നു. പിന്നെ കാലക്രമേണ ആ വണ്ടി നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ കവാസാക്കി ഷോറൂമിലാണ് വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് 300നെ പറ്റിയിട്ടല്ല, W175നെ പറ്റിയിട്ടൊന്നുമല്ല, അതോ KLX 230നെ പറ്റിയിട്ടല്ല. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ Z900നെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവനാണ് മുതൽ. ഇവനെ പറ്റിയിട്ട് എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതൊരു ബൈക്ക് ഭ്രാന്തനാണെങ്കിലും പറയാൻ ഒരു ലോഡ് കണക്കിനുണ്ടാവും. പറയാണ്ട് തന്നെ ഇവൻ്റെ ഈ രണ്ട് കണ്ണ് കണ്ടാൽ തന്നെ മനസ്സിലാവും അഗ്രസീവ് ബീസ്റ്റ്. ചിലവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത്. ഇവൻ്റെ മുഖം കണ്ടാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഇപ്പം കട്ടിക്കും അല്ലെങ്കിൽ ഇപ്പം കൊല്ലും. കട്ടിക്കുന്നല്ല, കൊല്ലും, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. യെസ്, അപ്പോൾ നമ്മൾ കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം Z900 കുഞ്ഞൊരു വോക്ക് അറൗണ്ട് ആയിട്ടാണ്. ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ബൈക്കാണ് നമ്മുടെ സ്വന്തം Z900. അപ്പോൾ ഇന്ന് എനിക്കതിൻ്റെ അവസരം നമ്മുടെ കവാസാക്കി ഷോറൂം ഒപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു കൊച്ചിൻ കവാസാക്കി. അപ്പോൾ ഞാൻ എന്തായാലും ഇവൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ, ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ 2025 എഡിഷൻ നമ്മുടെ കവാസാക്കി Z900 ആണ്. വിത്ത് ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ടിപ്പിക്കൽ പച്ച ഇവിടെ സ്റ്റോക്കില്ല. ആൻഡ് നമുക്ക് എന്തായാലും ലുക്സ് നിന്ന് തുടങ്ങുകയാണെങ്കിൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൽ ഞാനും കുറേ റൈഡേഴ്സിൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഒരു ഫാൻ ബോയാണ്. അപ്പോൾ അവരുടെ വീഡിയോസ് ഞാൻ കാണുന്നത് ഭൂരിഭാഗം ഈ ഒരാളുടെ അല്ലെങ്കിൽ ഇങ്ങേരെ വീഡിയോസാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ Z900 BS6 വേർഷൻ വിത്ത് TFT ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അന്നത്തെ ഒരു അനലോഗ് മുതലായിരുന്നു. വിത്ത് റോ പവർ, നോ ട്രാക്ഷൻ ABS ഉണ്ട്, നോ ട്രാക്ഷൻ കൺട്രോൾ, ദ റോ മെഷീൻ. നമുക്ക് എന്തായാലും ഫ്രണ്ട് സൈഡിൽ തുടങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ഹെഡ് ലൈറ്റ് ജസ്റ്റ് ഓൺ ആക്കി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പിന്നെ മുതൽ. രണ്ട് സൈഡിൽ കത്തിരിക്കുന്നുണ്ട് DRLs. പൊന്നെ ഇപ്പോൾ കൊല്ലുന്നുള്ള രീതിയിലാണ് പിന്നെ നോട്ടം എന്ന് പറയുകയാണെങ്കിൽ. ആൻഡ് ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ അഗ്രസീവോട് കൂടിയിട്ടുള്ളൊരു വന്നൊരു മുതലാണ് ഇവൻ. ആൻഡ് ക്യൂട്ടായിട്ടുള്ള രണ്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. ജസ്റ്റ് ഞാൻ നമ്മൾ ബ്ലിങ്ക് കാണിച്ചു തരാം. വളരെ ക്യൂട്ട് ജസ്റ്റ് എന്തായാലും ഓണാക്കാം, അല്ല ഓഫാക്കാം. ഓഫാക്കുമ്പോൾ എന്തോ സൗണ്ടൊക്കെ ഉണ്ട്, സെൻസറിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിൽ കയറാണെങ്കിൽ ഈവനാണ് എൻജിൻ കണ്ടോ, ഏറ്റ പൊന്നി. ദ 4 ബെൻഡ് പൈപ്പ് ആകെ വളഞ്ഞൊടിഞ്ഞിട്ടാണ് ഇവിടെ നമ്മുടെ ബെൻഡ് പൈപ്പ് ഇരിക്കുന്നത്. പൊന്നെ ഇതാ ഇൻലൈൻ 4 ബീസ്റ്റ്. ഇതിലൊരു ആക്ര ഷോട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ര പോയിച്ചോ അല്ലെങ്കിൽ SC സൈലൻസർ ഒരു എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. ഈ ബൈക്കിനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ്റെ മാസീവ്നെസ്സും അതുപോലെ ബൾക്കിനെസ്സും ഒരു രക്ഷയില്ല. ഈ സൈഡ് ഭയങ്കര ഡാർക്ക്നെസ്സാണ്. ഞാൻ അപ്പർ സൈഡിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ആൻഡ് ഇവിടെ നോക്കണ്ട എന്താ ഭംഗി, ആ ഒരു ഫ്ലൂറസൻ പച്ച ഇങ്ങനെ വെട്ടി നിൽക്കുകയാണ്. ഭയങ്കര ഭംഗിയാണ്. നമുക്ക് എന്തായാലും ഫ്രണ്ട് സൈഡിൽ തുടങ്ങുകയാണെങ്കിൽ ഡ്യുവൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ഡ്യുവൽ ചാനൽ ABS ആൻഡ് ട്രാക്ഷൻ കൺട്രോളോടുകൂടി വന്ന ബൈക്കാണ്. ഫ്രണ്ടിൽ വരുന്നൊരു 300 mm ഡ്യുവൽ ചാനൽ ABS, ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. വിത്ത് ട്യൂബ്ലെസ് ടയർസ് ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് 120/70 ആൻഡ് 17 ഇഞ്ചസിൻ്റെ അലോയ്സ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ബാക്കിൽ വന്നിട്ടുള്ളത് 180 സെക്ഷൻ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. 180 55 R17. ഈ ഒരു ടയർ സെക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ബൈക്കായിട്ട് സിമിലർ ഉണ്ടാവും. യെസ്, നമ്മുടെ ZBR 650R 2025 എഡീഷനിൽ വന്ന അതേ ടയർ സൈസാണ് വന്നിട്ടുള്ളത്. ഞാൻ അന്ന് കണ്ടൊരു ടയർ ബ്രാൻഡാണ്, കാണിച്ചാലോ എവിടെ ഒരുപാടാ. യെസ്, സ്പോർട്ട് മാക്സ് എന്ന് പറഞ്ഞൊരു ടയർ ബ്രാൻഡ്. ആൻഡ് റോഡ് സ്പോർട്ട് Z2 അങ്ങനെയാണ് ഇതിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ ടയർ എന്ന് പറയുന്നത്. അത് ഞാൻ ഇതുവരെ കാണാത്തൊരു ടയേഴ്സാണ്. പിന്നെ രണ്ടും ട്യൂബ്ലെസ് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ഇത്രയും അടിപൊളി ബൈക്കിൽ എന്തായാലും ട്യൂബ്ലെസ് ടയേഴ്സ് 100% ഉറപ്പായിരിക്കും. ആൻഡ് എൻജിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ ലാസ്റ്റ് പറയാം. ആൻഡ് ഇതാണ് ഇവിടുത്തെ കേസ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ല സിംഗിൾ ബാറിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്വിച്ചസൊക്കെ ഉണ്ട്. കുറേ സ്വിച്ചസ് ഉണ്ട്. ബാക്കിലൊരു ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ച് വന്നിട്ട് ഇവിടെ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ആൻഡ് ഡിം വന്നിട്ട് ഈ രണ്ട് സ്വിച്ചസ് നമ്മുടെ മോഡ് ചേഞ്ചിങ് ആണ്. ഇൻഡിക്കേറ്റർ, ഹോൺ
ആൻഡ് ഹസാർഡ്. ഇപ്പുറത്ത് വരാണെങ്കിൽ നോർമൽ സ്വിച്ചസ് വന്നിട്ടുള്ള എഞ്ചിൻ സ്വിച്ച് വന്നിട്ട്, ഇഗ്നിഷൻ സ്വിച്ച് വന്നിട്ടുണ്ട്. വളരെ ബേസ് ആയിട്ടുള്ള സ്വിച്ചസാണ്. ഇവനിത് മതി. ഇവൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ പവറാണ്, സ്വിച്ചസ് അല്ല, ഫീച്ചേഴ്സും അല്ല, ഇവൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ, അതാണ് ഇമ്പോർട്ടൻസ്. സസ്പെൻഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വന്നിട്ടുള്ള 41 mm അപ്സൈഡ് ഡൗൺ ഫോക്സ് വിത്ത് അഡ്ജസ്റ്റബിൾ ആൻഡ് പ്രീ ലോഡ് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട്. ബാക്കിൽ വരാണെങ്കിലും സ്പ്രിംഗ് ആണ് വന്നിട്ടുള്ള സ്പ്രിംഗ് സസ്പെൻഷൻ വിത്ത് പ്രീ ലോഡ് ആൻഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ബാക്കിലും വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിൽക്കുമ്പോൾ എവിടേക്കോ സൂപ്പർ ബൈക്ക് പോകണതിൻ്റെ ഒരു സൗണ്ടുകളാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വല്ലാണ്ട് ഡിസ്റ്റർബ് ആവാണ്. എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ്സ് എൻ 900 മോൺസ്റ്ററസ് എഞ്ചിൻ. ZBR കഴിഞ്ഞാൽ പിന്നെ മോൺസ്റ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു എഞ്ചിനാണ് ഇവൻ. 900cc എഞ്ചിൻ, 945cc എഞ്ചിനാണ് വന്നത്. ഒരു അക്രം എഞ്ചിനാണ് ഇത്. ഫസ്റ്റ് ടൈം ഒക്കെ ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാവും, ഉറപ്പാണ്. ഇതാ ഇത്രയ്ക്കും നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ആൻഡ് എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. ഈ വണ്ടിനെ എവിടേക്ക് എന്തൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു Z900 ഞാൻ റോട്ടിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയുള്ളൂ. ജസ്റ്റ് ഒന്നുകൂടി ഞാൻ താക്കോൽ ഓണാക്കി തരാം. ഓക്കെ, അവിടെ ഇതേ ബാക്കിലുണ്ടോ Z എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പാർക്ക് ലൈറ്റ് വന്നുള്ളത്. അത് ഭയങ്കര ഭംഗി. അത് പ്രത്യേകിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണ് കാണാൻ. ജസ്റ്റ് ഇവിടുത്തെ 2 ലൈറ്റൊക്കെ ബ്ലിങ്ക് ആവും. അപ്പോൾ നല്ലൊരു കണക്ഷനാണ്. ഈ ഒരു കണക്ഷൻ ബ്ലിങ്ക് ആവും. കറക്റ്റ് Z എന്നുള്ളൊരു രീതിയിലാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ നിൽക്കുക. ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ നല്ല ക്യൂട്ട് ഇൻഡിക്കേറ്റേഴ്സ് ബാക്കിലും വന്നിട്ട്. സീറ്റായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അത്യാവശ്യം നല്ല താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. നേരെ ഇവിടേക്ക് പിട്ടിച്ചെട്ടി ചെയ്യാൻ പറ്റും നല്ല പെട്ട ബൈക്കാണ്. ഇങ്ങനെ പറപ്പിക്കുക, ഇങ്ങനെ മുട്ടി നിൽക്കണ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന തോന്നിപ്പിക്കുന്ന ഒരു ബൈക്കാണ്. പിന്നെ മിറേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആൻഡ് സ്ട്രോങ് മിറേഴ്സാണ് വന്നിട്ടുള്ള. അല്ല, TFT ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള TFT ഡിസ്പ്ലേ ആണ്. ഞാനൊരു കൊച്ചിയിലുള്ളൊരു യൂട്യൂബറിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ TFT ഡിസ്പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. മെയിനായിട്ട് ഈ പച്ച കളറൊക്കെ കണ്ടാൽ ഭയങ്കര രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ 2 സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ മൂഡ് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് അത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ റോഡായി, ആൻഡ് ഒന്നുകൂടി പ്രസ് പിടിച്ചാൽ സ്പോട്ടായി. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന ഒരു 4 റൈഡിങ് മോഡ്സാണ്. ഒരെണ്ണം കസ്റ്റമൈസാണ്. ഫസ്റ്റ് വന്നുള്ള റോഡ് ആൻഡ് സ്പോർട്ട് ആൻഡ് റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമുക്കിപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ, ABS നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മോഡാണ്. എൻ്റെ പോലെ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത് ഇവിടുത്തല്ല. ആൻഡ് നല്ലൊരു സൈലൻസർ വന്നിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് സൈലൻസറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ZBRൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് സൈലൻസർ വെച്ചുള്ള വണ്ടികളുടെ സൗണ്ട് കേൾക്കൽ വളരെ കുറവാണ് സുഖമായിട്ട്. ഞാൻ കണ്ട ബൈക്കും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ബൈക്കിലെല്ലാതും ഒന്നുകിൽ ഏക്ര അല്ലെങ്കിൽ ഒരു SC അല്ലെങ്കിൽ പേരറിയാത്ത സൈലൻസ് ബ്രോക്സിൻ്റെ എക്സോസ്റ്റ് വെച്ചുള്ളവരെ ബൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ബൈക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്റ്റോക്കായിട്ടുള്ള സൈലൻസറാണ്. ഭയങ്കര രസമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 12.2 lakhs ആണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നമ്മുടെ കൊച്ചിയിൽ വരുന്നത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷോറൂം നല്ല രീതിയിൽ സപ്പോർട്ട് തരും. ആൻഡ് ഈ ഷോറൂം സ്ഥിതി ചെയ്തേക്കുന്നുണ്ട് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കൊച്ചി മെട്രോ പില്ലർ നമ്പർ P327 നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ വണ്ടി പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സർവീസ് പറയുകയാണെങ്കിൽ വൺസ് ഇൻ 1000 kilometers ഇതിൻ്റെ ഫസ്റ്റ് സർവീസ്, 1 monthലാണ് സർവീസ് വരുന്നത്. ആൻഡ് പിന്നെ വരുന്ന സർവീസ് എന്ന് പറയുകയാണെങ്കിൽ 1000 or 6 months. 6000 എന്തായാലും ആൾക്കാർക്ക് ക്ലോക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അത്രയും വലിയ വണ്ടി പ്രാന്തമാരായിരിക്കണം. മെയിൻലി 6 monthsലാണ് മിക്കതും നമ്മുടെ ഈ ബൈക്സൊക്കെ സർവീസ് ചെയ്യുക. പിന്നെ സർവീസ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസ് എന്ന് പറയുകയാണെങ്കിൽ അറൗണ്ട് 11,000 വരെ. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ കവാസാക്കിൻ്റെ കെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഇപ്പോൾ ഈ വണ്ടി എടുക്കണതിൻ്റെ പ്ലസ് ഒരു 69,000 അടുത്തൊക്കെ വരും. ബട്ട് നിങ്ങൾക്ക് 4 വർഷത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഡിസ്കൗണ്ട്സ് അല്ലെങ്കിൽ ഫ്രീ സർവീസൊക്കെ ആവും നിങ്ങൾക്ക് ഭൂരിഭാഗം കിട്ടാം. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള ഓഫേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഒരു രക്ഷിത ബൈക്കാണ്. പിന്നെ ഈ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ മസ്റ്റായിരിക്കും. എൻ്റെ പൊന്നെ ഒന്നും പറയില്ല. എനിക്കറിയാം ഭൂരിഭാഗം ആൾക്കാർ ഇതിൻ്റെ എക്സോസ് നോട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ എക്സോസ് നോട്ട് ഞാൻ എന്തായാലും കേൾപ്പിച്ചുതരാം. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വണ്ടി ഓണാക്കാം. യെസ്, കവാസാക്കി ബേബി. ഞാൻ കുറേ നേരം ജസ്റ്റ് എഞ്ചിൻ ഓണാക്കി അല്ലെങ്കിൽ കീ ഓണാക്കി ഓഫാക്കി കളിക്കുന്നു. ജസ്റ്റ് എന്തായാലും നമുക്ക് ലെറ്റ് ഹിയർ ദ മ്യൂസിക്. ഓക്കെ, ലെറ്റ് ഹിയർ ദ മ്യൂസിക്. ഓ, നമ്മുടെ CBRനെക്കാട്ടും അക്രമ സൗണ്ട് സ്റ്റോപ്പിൽ.
ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞൊരു എക്സോസ്റ്റിൻ്റെ വീഡിയോ. ആൻഡ് ഇറ്റ്സ് ഒരു അടഞ്ഞ റൂമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ജസ്റ്റ് എന്തായാലും നമുക്ക് ഓഫാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ പരമാവധി ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് എൻക്വയറി അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരുടെ നമ്പറൊക്കെ അടിയിൽ കൊടുത്തേക്കാം. ജസ്റ്റ് കോൺടാക്ട് ദം. നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടി കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം, ഒരു കുഴപ്പമില്ല. ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ കവാസാക്കി ഷോറൂം. ആൻഡ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈക്കിനെ ഇഷ്ടപ്പെടുന്നവരും ബൈക്കിനെ പ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും അണ്ടിൽ ആൻഡ് വൈബു സൈനിങ് ഓഫ്. ബൈ.